ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ അനാഥത്വം അനുഭവിച്ചുകൊണ്ട് ആരുമിനി സഹായത്തിനില്ലല്ലോ എന്തു ചെയ്യുമെന്ന ചോദ്യചിഹ്നവുമായി കഴിയുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലെത്തുന്ന ആളുകളെ മാത്രമല്ല, എല്ലാ നിലകളിലും ഇത്തരത്തിൽ അനാഥത്വം അനുഭവിക്കുന്ന ആളുകൾ ഈ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ പോലും സന്തോഷവാന്മാരായി കഴിയുന്ന ആളുകൾ ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും വേണ്ടത്ര സന്തോഷം ജീവിതത്തിൽ നിലനിർത്താൻ കഴിയാത്ത ആളുകളെയും നിങ്ങൾക്കറിയാമല്ലോ. വാസ്തവത്തിൽ അറിയാമല്ലോ എന്നല്ല, നമുക്കൊക്കെ അറിയാം. നമ്മളിൽ പലരും അങ്ങനെ ഉള്ളവരുമാണ്. എന്നാൽ ഏത് ജീവിത സാഹചര്യത്തിലും സമാധാനത്തോടെ കഴിയുവാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി അപ്പോസ്തലനായ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരും തീരെ സാധാരണക്കാരുമായ ആളുകൾ മാത്രമല്ല, എത്ര പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും എല്ലാം ശരിയായി നടക്കുന്നു എന്ന് തോന്നൽ നമ്മെ ഭരിക്കുമ്പോഴും പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്ന ചില ചിന്തകളിലൊന്നാണ്, വാസ്തവത്തിൽ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ടോ? ഒരാൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എങ്ങനെയാണ് ശാന്തതയോടെ നേരിടുവാനും അതിനെ അതിജീവിക്കുവാനും കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം ഏത് സമയത്താണ് ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ലല്ലോ. വളരെ നിസ്സാരമായിട്ട് നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ കഴിയും. എങ്ങനെയെന്നോ, നമ്മുടെ എല്ലാ ഭാരങ്ങളും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിങ്കൽ ഭരമേൽപ്പിച്ച് നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ ജീവിക്കാൻ ശീലിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ബോധ്യമുണ്ടാകും. നമ്മുടെ ഉള്ളിൽ നമ്മോട് തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ഈ വിഷയമോർത്ത് നമ്മൾ കലങ്ങേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല, ഇത് ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നുള്ളത്. ആവർത്തന പുസ്തകത്തിൽ മോശ മുഖാന്തരം അരുളി ചെയ്യുന്ന വാക്കുകൾ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം ഭാരമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ തീർത്തു തരാമെന്ന്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് എന്നതിന് ശേഷം നമ്മൾ ആ വിഷയത്തെ ഓർത്ത് പിന്നെ നിരാശപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട യാതൊരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളത് വാസ്തവമാണ്. ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്താമെന്നോ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാമെന്നോ അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ഉറപ്പാണ് നൽകുന്നത്. യേശു കർത്താവിൻ്റെ ആശ്വാസത്തിന് മാത്രമൊരു പ്രത്യേകതയുണ്ട്. അത് വെറും വാക്കുകളല്ല, മറിച്ച് നമുക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമല്ലോ. നമുക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകണമല്ലോ. നമുക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ചില രോഗസൗഖ്യങ്ങൾ ഉണ്ടാകണമല്ലോ. അങ്ങനെയുള്ള പ്രത്യക്ഷമായി നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി കണ്ട് നമുക്ക് സന്തോഷിക്കത്തക്ക നിലകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ ആശ്വാസം, യേശുവിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്ക് സമാധാനം ലഭിക്കുന്നത് ചുറ്റുപാടുകളെല്ലാം ഓക്കെയാണ് എന്നുള്ളത് കൊണ്ടല്ല. ചുറ്റുപാടുകൾ എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും ആ ആൾ എന്ത് ചെയ്യുമെന്നറിയാമോ? തന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓർക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവെന്ന്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് ദൈവമെന്ന് ഉറപ്പുള്ള ഒരു ദൈവപൈതൽ നിശ്ചയമായിട്ടും അവർ നേരിടുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ കലങ്ങുകയില്ല, പതറുകയില്ല, സധൈര്യം അതിനെ നേരിടും. കാരണം എൻ്റെ വാഗ്ദത്തം എനിക്ക് വേണ്ടി നൽകിയത് എൻ്റെ കർത്താവാണ് എന്ന ഉറപ്പ് അവരെ ഭരിക്കുന്നതുകൊണ്ട്. സമാധാനം എന്ന ആശയം അത് വ്യക്തമാക്കാനുള്ള ഒരു ചിത്രരചനാ മത്സരത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അനേക ചിത്രകാരന്മാർ അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, വ്യത്യസ്തമായ ആശയങ്ങൾ അവർക്ക് ലഭിച്ച നിലയ്ക്കനുസരിച്ച് അവർ ചിത്രങ്ങൾ വരച്ചു കൊടുത്തു. എന്നാൽ അതിലേറ്റവും ശ്രദ്ധേയമായ ചിത്രം ഒരു വെള്ളച്ചാട്ടവും അതിനോട് ചേർന്ന് തൊട്ടില്ല എന്ന മട്ടിൽ അതിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷക്കൊമ്പും ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ പാട്ടുപാടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ പക്ഷിയും. ആ ചിത്രത്തിന് എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞു എന്ന് മാത്രമല്ല,
അതിന് 1ാം സമ്മാനം ലഭിക്കുകയും ചെയ്തു. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എത്ര നാളായെന്നറിയാമോ സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. അതിനുശേഷം അവർ നേരിടുന്ന ചെറുതും വലുതുമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും പറയും. എന്നിട്ട് പറയും, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങുവാൻ. സത്യത്തിൽ അപ്പസ്തലനായ പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങിയത് തന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ താൻ ഓർത്തത് കൊണ്ടാണ് ഉറങ്ങാൻ കഴിഞ്ഞതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട, കരുതുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ ജീവിതാന്ത്യം വരെയും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും, നിങ്ങളോട് കൂടെ ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരുതൽ എന്തെന്ന് തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.